ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നപ്പോൾ കാർത്തിക്കിന്റെ മനസ്സൊന്നു തണുത്തു. എന്തോ ഒരു കുളിര് ഹൃദയമാകെ നിറയുന്നത് പോലെ. 6 മാസം മുൻപ് നാട്ടിൽ വന്നു പോയിട്ടേയുള്ളൂ. എങ്കിലും അവന് വല്ലാത്ത സന്തോഷം തോന്നി. എത്രയോ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത് പോലെ ഒരു തോന്നൽ. ചെന്നൈയിലെ തിരക്ക് പിടിച്ച കോർപ്പറേറ്റ് ജീവിതത്തിൽ നിന്നും സ്വന്തം നാട്ടിലെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വരുമ്പോൾ എപ്പോഴത്തെയും പോലെ ചെറിയ സന്തോഷവും സമാധാനവും അല്ല അവനുള്ളത്. ഇനി നാട്ടിൽ തന്നെ സ്ഥിരമായി നിൽക്കാമല്ലോ എന്ന ആശ്വാസത്തിലാണ് അവൻ. തന്റെ വലിയ തറവാടും അവിടുത്തെ ആളുകളും അതൊന്നും ഇനി വിട്ടു നിൽക്കണ്ടല്ലോ എന്ന ആശ്വാസം. എന്നാൽ അത് മാത്രമായിരുന്നില്ല ആ ആശ്വാസത്തിന് പിറകിൽ. അവന്റെ മനസ്സിലെന്നോ കയറിക്കൂടി അവിടെ കൂടുവെച്ച് താമസിക്കുന്ന ഒരു പെണ്ണും കൂടിയുണ്ടായിരുന്നു അതിനു പിറകിൽ. തന്റേതാണെന്ന് അവൻ എന്നോ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന അവന്റെ പെണ്ണ്. ഡാ കാർത്തി, ഇവിടെയാടാ. സ്റ്റേഷന് പുറത്ത് കാറുമായി കാത്തു നിന്നിരുന്ന കൂട്ടുകാരൻ ഹരി അവനെ കണ്ടതും കൈനീട്ടി വിളിച്ചു. കാർത്തിക് തിരിഞ്ഞു നോക്കി. ഒരു പുഞ്ചിരിയോടെ അവൻ അരികിലേക്ക് നടന്നു. ഹരി വന്ന് വേഗം അവന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ഡിക്കിയിലേക്ക് വെച്ചു. നീ വന്നിട്ട് കുറെ നേരായോടാ? കാർത്തിക് ഹരിയോട് ചോദിച്ചു. ഇല്ല, ഒരു 5 മിനിറ്റ്. നീ ക്ഷീണിച്ചു പോയല്ലോടാ? ഹരി കാർത്തിക്കിന്റെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല. അത് യാത്ര ചെയ്തതിൻ്റെതാ. കാർത്തിക് പറഞ്ഞതും ഹരി ഒന്നു മൂളി. എന്തായാലും വാ, എന്തേലും കഴിച്ചിട്ട് പോകാം. അത് പറഞ്ഞുകൊണ്ട് ഹരി കാറിലേക്ക് കയറിയതും കാർത്തിക്കും കാറിലേക്ക് കയറി. ഇടയ്ക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർ വീട്ടിലെത്തിയത്. വണ്ടി തറവാട്ടിലെ വലിയ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ കാർത്തിക്കിന്റെ നെഞ്ചിടിപ്പ് കൂടി. കൊതിച്ചതെന്തോ കയ്യിൽ കിട്ടാൻ പോകുന്നത് പോലെ ഒരു സന്തോഷം. അവനെയും കാത്തെല്ലാവരും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ കാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും അവന്റെ അമ്മ സുമിത്രാമ്മ അവനരികിലേക്ക് ചെന്നിരുന്നു. അമ്മയെ എന്നും വിളിച്ച് അവൻ അമ്മയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താണ് സുമിത്രാമ്മേ, ഞാനിങ്ങ് വന്നില്ലേ, പിന്നെന്തിനാണ് ഈ കണ്ണീരിങ്ങനെ ഒഴുക്കുന്നത്? അവൻ അമ്മയെ നോക്കി ഒന്ന് കളിയോടെ പറഞ്ഞു. സന്തോഷം കൊണ്ടാ. നീ വാ, നിനക്കിഷ്ടമുള്ളതെല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. മോനെ ഹരി, നീയും വാ, കഴിച്ചിട്ട് പോകാം. അമ്മ കാർത്തിക്കിനെയും ഹരിയെയും അകത്തേക്ക് വിളിച്ചു. ഇല്ലമ്മേ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. കാർത്തി, നീ റെസ്റ്റ് എടുക്ക്, ഞാൻ വിളിക്കാം. അത് പറഞ്ഞുകൊണ്ട് ഹരി ഡിക്കിയിൽ നിന്നും ബാഗെല്ലാം എടുത്ത് ഉമ്മറത്തേക്ക് വെച്ചു. കാർത്തിക് അവനെ നോക്കി തലയാട്ടിയതും ഹരി കാറും എടുത്തു പോയി. അച്ഛാ. ഉമ്മറത്ത് നിൽക്കുന്ന അച്ഛനെ വാരി പുണർന്നുകൊണ്ട് അവൻ വിളിച്ചു. ക്ഷീണിച്ചോടാ? അച്ഛൻ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു. കുഴപ്പമില്ലച്ചാ, അതൊന്ന് കുളിച്ചാ മാറും. അവൻ അത് പറഞ്ഞുകൊണ്ട് അച്ഛനിൽ നിന്നും അകന്നു മാറി. ഉമ്മറത്ത് തന്നെ വല്യച്ഛന്മാരും വല്യമ്മമാരും നിൽക്കുന്നുണ്ട്. അവരോടും കൂടി വിശേഷം പറഞ്ഞ ശേഷം അവൻ പതിയെ ബാഗും എടുത്ത് അകത്തേക്ക് നടന്നു. മുറിയിലേക്ക് നടക്കുന്ന വഴി കാർത്തിക്കിന്റെ കണ്ണുകൾ അറിയാതെ അടുക്കള ഭാഗത്തേക്കും ഹാളിലേക്കും ഒക്കെ അലഞ്ഞു നടന്നു. കാറ് മുറ്റത്തേക്ക് കടന്നപ്പോൾ ആദ്യം തന്നെ അവന്റെ കണ്ണു പോയത് അടുക്കളയുടെ പിറകുവശത്തേക്കും തൊഴുത്തിന്റെ ഭാഗത്തേക്കുമൊക്കെയാണ്. ആരെയാണ് തന്റെ കണ്ണും മനസ്സും തിരയുന്നതെന്ന് അവന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. മുറിയിലെത്തി ഒന്ന് ഫ്രഷായി വന്നതും അവൻ കട്ടിലിലേക്ക് വീണു. തണുത്ത വെള്ളം തലയിലൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ തന്നെ അവന് വല്ലാത്തൊരാശ്വാസവും ഉന്മേഷവും തോന്നിയിരുന്നു. മച്ചും നോക്കി അങ്ങനെ കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നതത്രയും അവളായിരുന്നു. അവളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കാണണമെന്ന് അവന് തോന്നി. അവളെ കാണാൻ അത്രയേറെ ഹൃദയം തുടിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയെന്ന് മാത്രമാണ് അവൻ അറിയാത്തത്. അവൾക്കായി വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ബാഗിലുണ്ട്. അമ്മയുടെ കയ്യിൽ കൊടുത്താൽ ശരിയാവില്ല. തനിക്ക് തന്നെ അത് നേരിട്ട് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അവളുടെ കവിളുകൾ ചുവക്കുന്നതും ആ ഉണ്ടക്കണ്ണുകൾ വിടരുന്നതും നോക്കി നിൽക്കണം. അത് ആലോചിക്കുമ്പോൾ തന്നെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എവിടെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. കവിളുകൾ ചുവക്കണമെങ്കിലും കണ്ണുകൾ വിടരണമെങ്കിലും തന്റെ ഉള്ളിലെ ഇഷ്ടം അവൾ അറിയണ്ടേ? അതുപോലെ ഒരു ഇഷ്ടം അവൾക്കും തന്നോട് ഉണ്ടാകണ്ടേ? ഇത് യാതൊരു ഫീലിങ്സും ഇല്ലാതെ താങ്ക്സ് കാർത്തിയേട്ട എന്ന് പറയും. പിന്നെ അതിന്റെ കൂടെ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും. എങ്കിലും അതിനും ഒരു പ്രത്യേക സുഖമുണ്ട്, സന്തോഷമുണ്ട്. എന്നാലും ഇനി അധികം വൈകിപ്പിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ അവളോട് ഇഷ്ടം പറയണം. ആദ്യം എന്തായാലും എതിർക്കും, അത് ഉറപ്പാണ്. എങ്കിലും അവൾ സമ്മതിക്കും. അതാലോചിക്കുമ്പോൾ വീണ്ടും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ ഒരു മൂളിപ്പാട്ടും പാടിക്കിടക്കുമ്പോഴാണ് വാതിലിൽ ഒരു തട്ട് കേട്ടത്. അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു നോക്കി. അമ്മയാണ്. എന്താ അമ്മേ? അവൻ ചോദിച്ചു. വന്നിട്ട് ഇതിനുള്ളിൽ തന്നെ കിടക്കാനാണോ വിചാരം? നിനക്കൊന്നും കഴിക്കണ്ടേ? അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വന്നേ. ദാ വരുന്നു. പിന്നെ വലുതായിട്ടൊന്നും വേണ്ടമ്മേ. വരുന്ന വഴിക്ക് ക്ഷീണം കാണുമെന്ന് പറഞ്ഞ് ഹരി ഹോട്ടലിൽ കയറ്റി. കാർത്തി പറഞ്ഞപ്പോൾ അമ്മ അവനെ ഒന്ന് നോക്കി. ആ നോട്ടം അത്ര പന്തിയല്ലെന്ന് അവന് തോന്നി.
എന്നാലും അമ്മയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയത് കഴിക്കാനുള്ള സ്ഥലം ഞാൻ വയറ്റിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അമ്മ വന്നേ, വാ നമുക്ക് ചായ കുടിക്കാം. അത് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് താഴേക്ക് നടന്നതും അമ്മയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. താഴെ ഹാളിലെത്തി ചായ കുടിക്കുമ്പോൾ എല്ലാവരും അവന് ചുറ്റിലുണ്ട്. വിശേഷങ്ങൾ ചോദിക്കലും പറയലുമാണ് കാര്യം. അവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവന്റെ കാത് അടുക്കളയിലേക്കാണ്. പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതുമായ ശബ്ദമൊന്നും അവിടെ നിന്നും കേൾക്കുന്നില്ല. ആ മറന്നു, നിനക്ക് അട ഇഷ്ടമല്ലേ? അമ്മ അതുണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ എടുത്തിട്ട് വരാം. അത് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു. അവൻ അമ്മ പോയ വഴിയെ ഒന്ന് നോക്കി. കുറച്ചു കഴിഞ്ഞതും അമ്മ ഒരു പാത്രത്തിൽ നിറയെ നല്ല ചൂടുള്ള ആവിയിൽ വേവിച്ചെടുത്ത ഇലയടയും കൊണ്ടുവന്നു. ദാ കഴിക്കേ. അത് പറഞ്ഞുകൊണ്ട് അമ്മ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നല്ല തേങ്ങയുടെയും ഏലക്കയുടെയും ഒക്കെ മണം അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അവനത് നന്നായി ഒന്ന് ആസ്വദിച്ചു. ഇവിടെ നിന്നും പോയപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നതെല്ലാം അത്രയേറെ കൊതിച്ചു പോയിട്ടുണ്ട്. അവനത് കഷ്ണം മുറിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. നിർമ്മലാന്റി എവിടെ പോയി? ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് കഴിക്കുന്നതിനിടയിൽ അവൻ പതിയെ സ്വാഭാവികമെന്നോണം ചോദിച്ചു. ആ, ഇന്ന് വന്നിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷമേ വരൂ. മാളുവിനെ കാണാൻ ഇന്നൊരു കൂട്ടര് വരുന്നുണ്ട്, അവര് വന്നു പോയിട്ടേ നിർമ്മല വരൂ. അമ്മ പറഞ്ഞതും അവൻ ഒന്ന് ഞെട്ടി. എന്ത്? അവൻ അറിയാതെ അല്പം ഉറക്കെ തന്നെ ചോദിച്ചുപോയി. അവൻ ചോദിച്ചത് കേട്ട് അമ്മ അവനെ ഒന്ന് തുറിച്ചു നോക്കി. അല്ല, അവൾ പഠിക്കുകയല്ലേ? ജോലിയൊന്നും ആകാതെ ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ അവൾക്കായോ? അവൻ വളരെ സ്വാഭാവികമാക്കാൻ എന്നവണ്ണം പറഞ്ഞു. അതിനുറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, അവര് വന്ന് കാണുന്നല്ലേ ഉള്ളൂ. പിന്നെ അവളെ തുടർന്നും പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് നടക്കട്ടെ. അവളെ ഒരു കരയ്ക്കടുപ്പിച്ചാൽ തന്നെ നിർമ്മലയ്ക്കൊരു സമാധാനമാകും. അമ്മ പറഞ്ഞതും അവൻ ഒന്ന് മൂളി. ആ, അതുമുള്ളതാണ്. അവൾക്കൊരു കൂട്ടായാൽ തന്നെ നിർമ്മലാന്റിക്കൊരു സമാധാനമാകും. അവനും അമ്മ പറഞ്ഞതിനോട് യോജിക്കുന്നത് പോലെ പറഞ്ഞു. എന്തായാലും പിന്നീട് അവൻ അങ്ങോട്ട് അത്ര സന്തോഷത്തോടെ കഴിക്കാനൊന്നും പറ്റിയില്ല. അമ്മ പറഞ്ഞ കാര്യം അവന്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു. നല്ല ആലോചനയാണെങ്കിൽ, അവർക്ക് മാളുവിനെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും. എന്തു ചെയ്യും? തന്റെ ഇഷ്ടം താൻ ഇതുവരെ അവളോടൊന്ന് പറഞ്ഞിട്ട് പോലുമില്ല. അവൾക്ക് എങ്ങാനും ഇന്ന് വന്ന ചെക്കനെ കണ്ട് ഇഷ്ടമായാൽ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ, അങ്ങനെ ഒന്ന് അവന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം അവൻ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിലെത്തിയിട്ടും അവന്റെ ചിന്ത ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്തു വന്നാലും മാളുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നൊരു ഉറച്ച തീരുമാനം അവൻ അപ്പോളേക്കും അവന്റെ ഹൃദയത്തിൽ എടുത്തു കഴിഞ്ഞിരുന്നു. ശരിക്കു പറഞ്ഞാൽ അവൻ ഇതിപ്പോഴല്ല എടുക്കുന്നത്. അവൾ മനസ്സിൽ കയറി കൂടി അന്നേ അവനത് ഉറപ്പിച്ചതാണ്. പക്ഷെ ആ തീരുമാനത്തിന് ഇപ്പോൾ കുറച്ചുകൂടി ഉറപ്പായെന്ന് മാത്രം. അവന് പിന്നെ പുറത്തേക്കൊന്നും പോകാൻ തോന്നിയില്ല. യാത്ര ചെയ്ത് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവൻ കട്ടിലിലേക്ക് കയറി കിടന്നു. എന്തൊക്കെയോ ഓർത്തോർത്ത് കിടന്ന് പതിയെ അവന്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. പിന്നീട് അമ്മ വന്ന് ഊണ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ആ, ഞാനിതാ വരുന്നമ്മേ, അമ്മ താഴേക്ക് നടന്നോളൂ. അവൻ പറഞ്ഞതും അധിക നേരം വൈകല്ല മോനെ എന്നും പറഞ്ഞ് അമ്മ താഴേക്ക് നടന്നു. ഇല്ല, നേരം വൈകില്ല, ഇപ്പൊ തന്നെ വരാം അമ്മേ. അത് പറഞ്ഞ് ഹരി ബാത്റൂമിലേക്ക് കയറി. മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി അവൻ താഴേക്ക് നടന്നു. ടേബിളിൽ ഒത്തിരി വിഭവങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവനെ കാത്തെന്നവണ്ണം ടേബിളിന് ചുറ്റും ഇരിപ്പുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം കഴിക്കാൻ ഒത്തിരി കൊതിച്ച വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോഴും അവന്റെ ഉള്ളു കിടന്ന് പിടയുകയായിരുന്നു. അത് അവളെ ഓർത്തായിരുന്നു, അവന്റെ മാളുവിനെ കുറിച്ചോർത്ത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. കുറച്ചു നേരം അവൻ ഉമ്മറത്തിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. അവന്റെ കൂടെ ജോലി ചെയ്തിരുന്ന അവന്റെ ഒരു കൂട്ടുകാരനാണ്, മലയാളി തന്നെ. കാർത്തിക് കോൾ എടുത്ത് അവനോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. നടന്ന് അവൻ വടക്കേ മുറ്റത്തിനടുത്തുള്ള മാവിൻ ചുവട്ടിലെത്തി. അവിടെ നിന്നും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സംസാരം കേട്ടത്. ആ ശബ്ദം കേട്ടതും അവന്റെ നെഞ്ചൊന്ന് അതിവേഗത്തിൽ മിടിച്ചുപോയി. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. മാളവിക, തന്റെ മാളു. അവളും അമ്മയും കൂടി എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് പാത്രം കഴുകുകയാണ്. പുറത്ത് വേറൊരു അടുക്കള കൂടിയുണ്ട് അവന്റെ വീട്ടിൽ. അതിന്റെ മുറ്റത്തുള്ള പൈപ്പിന്റെ ചുവട്ടിൽ നിന്നുമാണ് പാത്രം കഴുകുന്നത്. പുറം തിരിഞ്ഞിരിക്കുന്നത് കാരണം അവളുടെ മുഖം അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ നീണ്ട കറുത്ത മുടി ഒന്നാകെ എടുത്ത് അമ്മമാർ കെട്ടുന്ന പോലെ മുകളിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. അതാണ് അവളെ നോക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണിലുടക്കിയത്. കറുപ്പ് നിറത്തിലൊരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. നന്നേ വെളുത്തിരുന്ന അവൾ ആ കറുപ്പ് ചുരിദാറിൽ ഒന്നുകൂടി വെളുത്തിരുന്നു. അവളുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി അവന്റെ ഉള്ളം തുടിച്ചു.
കാർത്തിക് കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് നടന്നു. അവൻ അവൾക്കരികിലെത്തിയതും അവന്റെ സംസാരം കേട്ട് അവളും അമ്മയും തിരിഞ്ഞു നോക്കി. ശരിയടാ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തി അപ്പോൾ ഫോൺ വെച്ചു. എന്തൊക്കെയാ നിർമ്മലാന്റി, സുഖമാണോ? അവൻ നിർമ്മലാന്റിയോട് ചോദിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു കുഞ്ഞെ. മോന് സുഖമായിരുന്നില്ലേ അവിടെ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലോണം ക്ഷീണിച്ചല്ലോ, നിർമ്മലാമ്മ ചോദിച്ചു. അവിടെ കുഴപ്പമൊന്നുമില്ല നിർമ്മലാന്റി, ഭക്ഷണക്കാര്യം മാത്രമാണ് കുറച്ചു കുഴപ്പമുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നന്നായി ഒന്ന് കുളിച്ച് കിടന്നുറങ്ങി. അതോടെ കുറച്ച് ക്ഷീണം മാറി. എന്നാലും ഇനിയും ഉറങ്ങി തീർക്കാനുണ്ട്. അവനൊരു ചിരിയോടെ പറയുന്നത് കേട്ട് അവനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു മാളു. നിനക്കോ മാളു, സുഖമല്ലേ? അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ വെറുതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് തലയാട്ടി. ഞാൻ വന്നപ്പോൾ തന്നെ അമ്മയോട് നിങ്ങളെ ചോദിച്ചിരുന്നു. നിങ്ങൾ ഉച്ച കഴിഞ്ഞേ വരൂ എന്ന് അമ്മ പറഞ്ഞു. അത് ഇവൾക്കൊരാലോചന വന്നിരുന്നു കുഞ്ഞെ. നമ്മുടെ ബ്രോക്കർ വാസുവേട്ടനില്ലേ, അങ്ങേര് കൊണ്ടുവന്നതാ. ഇവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ വാസുവേട്ടൻ ഒരേ ഒരു നിർബന്ധം, അവരൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന്. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു വന്ന് കണ്ടോട്ടെ, നല്ല ബന്ധമാണെങ്കിൽ നടത്താലോ എന്ന്. ഇവളെ ഏതെങ്കിലും നല്ലൊരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്താലേ എനിക്കൊരു സമാധാനമാകൂ. നിർമ്മലാമ്മ പറഞ്ഞതും അവൻ മാളുവിനെ ഒന്ന് നോക്കി. ആണോടി, നിനക്ക് കല്യാണപ്രായമൊക്കെ ആയോ? അവൻ ചോദിച്ചതും അവൾ വീണ്ടും അവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. ഇതുവരെ കണ്ടതുപോലെയല്ല ഇപ്പോൾ. എന്തോ ഒരു ഭാരം അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കല്യാണമെന്ന് കേട്ടതിൻ്റെയാവാം അവൻ കരുതി. കല്യാണപ്രായമായിട്ടൊന്നുമല്ല കുഞ്ഞെ, ഇവൾക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടെന്നാ പറയുന്നേ. പക്ഷേ നല്ല കൂട്ടരാണെങ്കിൽ നടത്തുന്നതല്ലേ നല്ലത്. എത്ര നാളെന്ന് വെച്ചാ ഞങ്ങള് രണ്ടുപേരും ഒറ്റയ്ക്ക്. എനിക്കെന്തെങ്കിലും പറ്റിയാ പിന്നെ ഇവൾക്കാരാ? ഇവളെ നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താ പിന്നെ എനിക്ക് സമാധാനമായില്ലേ? അതാ ഞാൻ പറയുന്നേ. ഇന്ന് വന്ന് കണ്ട കൂട്ടര് നല്ലതാ, പയ്യൻ മാഷാണ്, പെരുമാറ്റമൊക്കെ നല്ലത് തന്നെ. ഇനിയൊന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നടത്തൂ എന്ന് പറഞ്ഞിട്ട് ഇവൾ കേൾക്കുന്നില്ല. നോക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, നിർമ്മലാമ്മ പറഞ്ഞു. എന്തായാലും എടുത്തുചാടി ഒരു കല്യാണമൊന്നും വേണ്ട നിർമ്മലാമ്മേ, നമുക്ക് അന്വേഷിക്കാം. നല്ലതാണെങ്കിലല്ലേ കല്യാണം ഉറപ്പിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആരുമില്ലെന്ന് ഓർത്തുകൊണ്ടാണ് എടുത്തു പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഞങ്ങളും നിങ്ങളുടെ സ്വന്തം തന്നെയല്ലേ? അവൻ പറഞ്ഞതും നിർമ്മലാമ്മ അവനെ നോക്കി സ്നേഹത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു. ഒരു മിനിറ്റ്, നിങ്ങൾ പോകല്ലേ, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പൊ എടുത്തിട്ട് വരാം. ഇപ്പോളാകുമ്പോ കയ്യോടെ തരാലോ, പിന്നെ മറന്നുപോകും. അവൻ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നതും നിർമ്മലാമ്മ വീണ്ടും പാത്രം കഴുകാൻ തുടങ്ങി. എന്നാൽ അകത്തേക്ക് കയറിപ്പോകുന്ന കാർത്തിയിലായിരുന്നു മാളുവിന്റെ കണ്ണുകൾ. അവൻ പോയ വഴിയെ നോക്കി നിൽക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എങ്കിലും ആരും കാണാതിരിക്കാനായി അത് അമർത്തി തുടച്ചുകൊണ്ട് അമ്മയ്ക്കരികിലിരുന്ന് അവൾ പാത്രം കഴുകാൻ തുടങ്ങി. മുറിയിലെത്തിയ കാർത്തി ഒന്ന് ആഞ്ഞു ശ്വാസം എടുത്തു. പിന്നെ അവൻ കൊണ്ടുവന്ന ബാഗ് മെല്ലെ തുറന്നു. ആ ബാഗിന്റെ സിബ് തുറക്കുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൻ ബാഗിൽ നിന്നും 2 കവറുകൾ പുറത്തെടുത്തു. അതിലൊരു കവർ തുറന്ന് അതിനുള്ളിലെ ചുരിദാർ കയ്യിലെടുത്തു. കറുപ്പ് നിറത്തിലുള്ളൊരു ചുരിദാർ ആയിരുന്നു അത്. ചെന്നൈയിൽ വെച്ച് ഷോപ്പിങ്ങിന് ചെന്നപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടൊരു ചുരിദാറാണത്. അന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നത് മാളുവിനെയാണ്. അവൾക്കത് നന്നായി ചേരുമെന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് അന്ന് അത് തന്നെ വാങ്ങിയത്. ആ ഓർമ്മയിൽ അവൻ ഒന്ന് പുഞ്ചിരിച്ചു. ആ ചുരിദാറിലൂടെ അവൻ പതിയെ ഒന്ന് വിരലോടിച്ചു. ആ ചുരിദാറിട്ട് അതിസുന്ദരിയായി നിൽക്കുന്ന അവളെ അവൻ വീണ്ടും ഒന്ന് ഓർത്തു നോക്കി. ശേഷം അവൻ മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ആ ചുരിദാറിൽ ഒന്ന് അമർത്തി ചുംബിച്ച ശേഷം കവറിലേക്ക് തന്നെ വെച്ച് മറ്റേ കവറും കൂടിയെടുത്ത് അവൻ താഴേക്ക് നടന്നു. 2 കവറും കയ്യിൽ പിടിച്ച് താഴേക്ക് വരുന്ന അവനെ അമ്മ കണ്ടിരുന്നു. ഇതെന്താ മോനെ ഈ കവറ്? അമ്മ ചോദിച്ചു. ഇത് നിർമ്മലാന്റിക്കും മാളുവിനും വേണ്ടി വാങ്ങിയതാ അമ്മേ. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതുണ്ട് ബാഗിൽ. പിന്നെ ഇപ്പൊ അവരെ കണ്ടപ്പോൾ അവർക്കിത് നേരിട്ടങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി. പിന്നെ ചിലപ്പോ വിട്ടുപോകും. അത് പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ഇനിയും അവിടെ നിന്നാ ചിലപ്പോൾ അമ്മ കൊടുത്തേക്കാമെന്ന് പറയും. അത് വേണ്ട, ഇത് തനിക്ക് തന്നെ നേരിട്ട് കൊടുക്കണം. ഇത് വാങ്ങുമ്പോൾ അവളുടെ കണ്ണിലെ ഭാവം തനിക്ക് കാണണം. അവൻ ഓരോന്നോർത്തുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് നടന്നു. അവൻ വേഗത്തിൽ പിന്നാമ്പുറത്തെത്തിയപ്പോൾ നിർമ്മലാമ്മ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെക്കുകയായിരുന്നു. മാളു അവിടെയുള്ള കിണറ്റിൻകരയിൽ ചെന്ന് നിൽക്കുകയാണ്. ദാ ഇത് ആന്റിക്ക്. അവൻ പറയുന്നത് കേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അയ്യോ, ഇതൊക്കെ എന്തിനാ കുഞ്ഞെ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു.
പണ്ടത്തേതുപോലെ തന്നെ മോൻ ഞങ്ങളോട് മിണ്ടുന്നുണ്ടല്ലോ. ജോലിയൊക്കെ കിട്ടി ദൂരെയായിട്ടും ഞങ്ങളെ ഒന്നും മറന്നില്ലല്ലോ. അത് തന്നെ ധാരാളം. അവരത് പറഞ്ഞുകൊണ്ട് നനഞ്ഞ കൈ സാരിയുടെ മുന്താണിയിൽ തുടച്ച് കാർത്തിയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി. പിന്നെ മിണ്ടാതെ. ജോലി കിട്ടി ദൂരെ പോയെന്ന് വെച്ച് നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ? കോട്ടൺ സാരിയാ, നിർമ്മലാന്റിക്ക് നന്നായി ചേരും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിർമ്മലാമ്മയുടെ കൈകളിലേക്ക് ആ കവർ കൊടുത്ത ശേഷം കാർത്തിക്കിന്റെ കണ്ണുകൾ ചെന്ന് നിന്നത് മാളുവിലായിരുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കവറുമായി മാളുവിനരികിലേക്ക് നടന്നു. അവന്റെ വരവ് കണ്ട് മാളുവിന്റെ നെഞ്ചിടിപ്പ് കൂടി. അവൾ പതിയെ പിന്നോട്ട് മാറാനാഞ്ഞു. മാളു, ഇത് നിനക്കാ. അവൻ ആ കവർ അവൾക്ക് നേരെ നീട്ടി. എനിക്കിതൊന്നും വേണ്ടായിരുന്നു കാർത്തിക്കേട്ടാ. എപ്പോഴത്തെയും പോലെ അവൾ പറഞ്ഞു. പക്ഷെ അവളുടെ കണ്ണുകൾ ആ കവറിലേക്ക് തന്നെയാണ് നീണ്ടത്. അതെന്താ നിനക്ക് വേണ്ടാത്തത്? നീ ഇത് തന്നെയെ പറയൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. മേടിക്കാൻ പറഞ്ഞാ മേടിക്കണം, ഇത് പിടിക്ക്. അവൻ ഒരല്പം ഗൗരവം ഭാവിക്കാൻ ശ്രമിച്ചു. അവൾ അപ്പോൾ അവന്റെ കണ്ണിലേക്കൊന്നും നോക്കി. നിന്റെ ഇഷ്ടമൊന്നും ചോദിച്ചല്ല ഞാനിത് വാങ്ങിയത്. എനിക്ക് വാങ്ങാൻ തോന്നി വാങ്ങി. മര്യാദയ്ക്ക് വാങ്ങിക്കോ. അവൻ പറഞ്ഞതും മാളു മടിച്ച് ആ കവർ കയ്യിൽ വാങ്ങി. പിന്നെ മെല്ലെ കവറിനുള്ളിലേക്ക് നോക്കിയ അവൾ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു നിന്നുപോയി. കറുത്ത നിറത്തിലുള്ള മനോഹരമായൊരു ചുരിദാർ. അവൾ അപ്പോൾ ഇട്ടിരിക്കുന്നതും ഒരു കറുത്ത ചുരിദാറാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ. തനിക്ക് കറുപ്പ് ഇഷ്ടമാണെന്ന് കാർത്തികേട്ടൻ അറിയാമോ? അവളുടെ വലിയ ഉണ്ടക്കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. കവിളുകളിൽ ഒരു നേർത്ത ചുവപ്പ് പടർന്നു. അവളുടെ ആ ഭാവമാറ്റം തന്നെയാണ് അവൻ കൊതിച്ചതും. അത് കണ്ടതും കാർത്തിക്കിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. കണ്ടപ്പോ നിനക്ക് നന്നായി ചേരുമെന്ന് തോന്നി, അതാ ഇത് തന്നെ വാങ്ങിയത്. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നല്ലതാ ഏട്ടാ, നല്ല ചുരിദാറാ, താങ്ക്സ്. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പറയുമ്പോൾ എന്തോ ഒന്ന് തൊണ്ടയിൽ വന്ന് തടയുന്നത് പോലെ അവൾക്ക് തോന്നി. കാർത്തിക്കിന്റെ ഓരോ സാമീപ്യവും ചലനവുമെല്ലാം അവളുടെ മനസ്സിലേക്ക് അത്രമേൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നത് അവൾ ഭയത്തോടെ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ തങ്ങൾ തമ്മിലുള്ള അന്തരം അവൾക്ക് നന്നായി അറിയാമായിരുന്നു. കാർത്തിക് വലിയൊരു തറവാട്ടിലെ ഏക മകൻ, ഉയർന്ന ജോലിയുള്ള ചെറുപ്പക്കാരൻ. എന്നാൽ താനോ കാർത്തിക്കിന്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് വരുന്ന ഒരു പാവം അമ്മയുടെ മകൾ. യോഗ്യതയില്ലാത്ത ഒന്നിനും കൊതിക്കരുതെന്ന് അമ്മ പണ്ട് മുതലേ എപ്പോഴും പറഞ്ഞു തരാറുള്ളത് അവളുടെ കാതുകളിൽ മുഴങ്ങി. അപ്പോഴേക്കും നിർമ്മലാമ്മ അങ്ങോട്ട് വന്നു. എന്നാ കുഞ്ഞെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവിടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ടാ ഇവൾ എന്റെ കൂടെ വന്നത്. അമ്മ മുറിയിലാണെന്ന് തോന്നുന്നു. അമ്മയോടുകൂടി ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം. ശരി ആന്റി, കാർത്തി പറഞ്ഞു. നിർമ്മലാമ്മ അപ്പോൾ അകത്തേക്ക് നടന്നു. മാളു അവനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് വേഗം അമ്മയ്ക്ക് പിറകെ ചെന്നു. അകത്തേക്ക് കയറുകയായിരുന്ന മാളു പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കാർത്തി അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അതുകൂടിയായതും അവൾ വേഗം തല താഴ്ത്തി അമ്മയുടെ കൂടെ നടന്നു. അകത്ത് ചെന്ന് സുമിത്രാമ്മയോട് പോവാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ അവളുടെ കയ്യിലെ കവറിലേക്കൊന്ന് നോക്കി ഉള്ളിൽ സ്വയം പറഞ്ഞു. ഞാൻ സ്നേഹിച്ചു പോകുന്നു കാർത്തികേട്ടാ, ഏട്ടനെ വല്ലാതെ. പക്ഷെ നമുക്കിടയിലുള്ള ദൂരം വളരെ വലുതാണ്. ഏട്ടനെ ആഗ്രഹിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ സ്നേഹിച്ചു പോകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾ അവളോട് തന്നെ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കരച്ചിൽ നിന്നു തേങ്ങി. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. കാർത്തി നാട്ടിലെ ഓഫീസിൽ ജോയിൻ ചെയ്തു. അരമണിക്കൂർ ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് പോയി വരാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അവന്റെ മനസ്സ് മുഴുവൻ എപ്പോഴും മാളുവായിരുന്നു. നിർമ്മലാമ്മ സ്ഥിരമായി ജോലിക്ക് വന്നു പോകും. അന്ന് വന്നതിന് ശേഷം മാളു പിന്നെ വന്നിട്ടില്ല. ക്ലാസ് ഉള്ളതുകൊണ്ടായിരിക്കും. അവൾ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തന്റെ പ്രണയം തുറന്നു പറയാൻ വേണ്ടി ഒരവസരം കിട്ടാനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം മാളു കോളേജ് കഴിഞ്ഞു വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു കാർത്തിക്. ബൈക്ക് സൈഡാക്കി നിർത്തി അവൻ ബൈക്കിൽ അവളെ കാത്തിരുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി അവൾ നടന്നു പോകുന്നത് കണ്ടതും സൈഡിലേക്ക് ഒതുക്കിയിട്ടിരുന്ന ബൈക്ക് അവൻ വേഗത്തിൽ മുന്നോട്ടെടുത്തു. അവൾ കാർത്തിക്കിനെ കണ്ടിരുന്നില്ല. അവൾ ഇടവഴിയിലേക്ക് കയറിയതും അവൻ അവളുടെ മുന്നിലേക്ക് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. അവനെ കണ്ടതും മാളു ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ആ കാർത്തികേട്ടൻ എന്താ ഇതുവഴിക്ക്? അവൾ ചോദിച്ചു. എനിക്കിതുവഴി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നീ കയറ്, ഞാൻ കൊണ്ടാക്കിത്തരാം. അവൻ പറഞ്ഞു. അയ്യോ വേണ്ട ഏട്ടാ, ഞാൻ നടന്നു പോയിക്കോളാം. ഏട്ടൻ പോയിക്കോളൂ. അവൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ നീ വരാത്തത്? നീ വണ്ടിയിൽ കയറിയാൽ വണ്ടി പൊളിഞ്ഞു വീയോ? അവൻ ഒരു കുറുമ്പോടെ ചോദിച്ചു. അവന്റെ ആ കുറുമ്പ് നിറഞ്ഞ നോട്ടം കാണുമ്പോൾ അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു. നീ കയറ്.
കാർത്തി വീണ്ടും പറഞ്ഞു. ഏട്ടാ ഞാനില്ല, എന്നെ വിളിക്കരുത്. ഞാൻ ഏട്ടന്റെ വീട്ടിലെ ജോലിക്കാരിയുടെ മോളല്ലേ, പിന്നെന്താ ബൈക്കിൽ കയറാനൊക്കെ പറയുന്നത്? ഏട്ടന് കുറച്ചില്ലല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം, അവൾ പതിയെ പറഞ്ഞു. അവൾക്കുള്ളിൽ തങ്ങൾ തമ്മിലുള്ള അന്തരം വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അവൻ അപ്പോൾ മനസ്സിലായി. നീയൊക്കെ ഇത് ഏത് കാലത്തിലാ മാളു ജീവിക്കുന്നേ? നീ എന്റെ പിറകിൽ കയറിയാൽ എനിക്ക് കുറച്ചിലാകുമെന്നോ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ബെസ്റ്റ്, അവൻ അവളോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. വണ്ടിയിൽ കയറാൻ മാത്രമല്ല, ഒരുമിച്ചൊരു മനസ്സും ശരീരവുമായി ജീവിക്കാനും ഈ ഒരു ജന്മം മാത്രമല്ല, ഇനിയുള്ള എല്ലാ ജന്മത്തിലും നീ തന്നെ ആയിരിക്കും എന്റെ കൂട്ടെന്ന് അവൻ അപ്പോൾ മനസ്സിൽ പറയുകയായിരുന്നു. അല്ല അതുപോട്ടെ, നിന്നെ ഇപ്പൊ തറവാട്ടിലേക്ക് കാണാറേ ഇല്ലല്ലോ, ഞായറാഴ്ച പോലും എന്താ വരാത്തത്? അവൻ ചോദിച്ചതും അവളൊന്ന് പതിയെ ചിരിച്ചു. അത് ഒത്തിരി പഠിക്കാനുണ്ടേട്ടാ, അതാ, അവൾ പതിയെ പറഞ്ഞു. അവനൊന്ന് മൂളി. ഞാൻ ചെല്ലട്ടെ? അവൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ പോയതും അവൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ മുന്നിൽ ചെന്ന് തടസ്സമായി നിന്നു. മാളു, നീ എന്താ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ ഉള്ളതുകൊണ്ടാണോ നീ തറവാട്ടിലേക്ക് വരാത്തത്? എന്താ നിനക്കെന്നെ പേടിയാണോ? നിനക്കെന്നെ മനസ്സിലാകുന്നില്ലേ? അവൻ ചോദിച്ചതും അവളുടെ ഉള്ളിലൂടെ എന്തോ ഒന്ന് പാഞ്ഞുപോയി. പേടികൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണെന്നും വീണ്ടും കാണുമ്പോൾ ആ ഇഷ്ടം കൂടിക്കൂടി വന്ന് താൻ ശ്വാസം മുട്ടി ചത്തുപോകുമെന്നും അവൾക്കപ്പോൾ പറയണമെന്ന് തോന്നി. പക്ഷേ അവൾ അതുള്ളിൽ ഒതുക്കി. അവൾ ഒന്നും പറയാതെ അവനെ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. മാളു, ഞാൻ കുറച്ചായി നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ഇനിയുള്ള എല്ലാ ജന്മത്തിലേക്കും കൂടെ കൂട്ടാനുള്ള ഇഷ്ടം. അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാർത്തി മടിയൊന്നും കൂടാതെ അവളോട് പറഞ്ഞു. ആ ഇഷ്ടത്തിന് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട്. എനിക്കതിനൊരു ഉത്തരം വേണം. ഇനിയും ഇത് പറയാതെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ വയ്യ. അവൻ അത് പറഞ്ഞപ്പോൾ മാളുവിന്റെ കണ്ണുകൾ വിടർന്നു പോയിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ തന്നെ നോക്കി. പേടിക്കണ്ട, ഞാൻ നിന്നെ പിടിച്ച് തിന്നാൻ പോവുകയൊന്നുമല്ല. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ഉണ്ടക്കണ്ണി. ഇപ്പൊ ഒരു ഉത്തരം നീ പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. പക്ഷെ പറയുമ്പോൾ അത് യെസ് എന്നായിരിക്കണം. ഇല്ലേൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിലേക്ക് കയറുമ്പോഴും അവൾ അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകളുടെ തണുപ്പിൽ തണുത്തു വിറച്ചുകൊണ്ട്. ഞെട്ടിത്തരിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് കാർത്തി നന്നായി നോക്കി. നടുറോഡിൽ ഇങ്ങനെ നിൽക്കാതെ വീട്ടിൽ പോകാൻ നോക്കു പെണ്ണേ എന്നും പറഞ്ഞ് ഒരു ചിരിയോടെ കാർത്തി വണ്ടി മുൻപോട്ടെടുത്തു. എന്താണ് കാർത്തികേട്ടൻ പറഞ്ഞിട്ട് പോയത്? കാർത്തികേട്ടൻ എന്നെ ഇഷ്ടമാണെന്നോ? ഇനിയുള്ള എല്ലാ ജന്മത്തിലും തന്നെ കൂടെ കൂട്ടാനുള്ള ഇഷ്ടമുണ്ടെന്നോ? അവൾക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലുമായില്ല. അവളുടെ നെഞ്ചപ്പോൾ അതിവേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസത്തിനു ശേഷം അവളുടെ മറുപടിക്കായി അവൻ കാത്തുനിന്നു. ഹൃദയം അവനെ വേണമെന്ന് പറയുമ്പോഴും ബുദ്ധി വേണ്ടെന്ന് ശ്വാസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ കോളേജ് കഴിഞ്ഞു വരുമ്പോൾ കാർത്തി അവളെ കാത്തു വഴിയിലുണ്ടായിരുന്നു. അവനെ കണ്ടതും മാളു ഒന്നും പറയാതെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. എന്നാൽ കാർത്തി കൈവച്ച് അവളെ തടഞ്ഞു. മാളു നിൽക്ക്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടണം, പറഞ്ഞിട്ട് പോയാ മതി. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. പിന്നെ എന്തോ ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി. ഉള്ളിൽ തുടിക്കുന്ന ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പോലും മനസ്സിനെ കല്ലാക്കി വെച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത്. കാർത്തികേട്ടൻ വലിയ തറവാട്ടിലെ ആളാ. ഞാൻ ആ തറവാട്ടിലെ വെറും ഒരു വേലക്കാരിയുടെ മോളും. നമ്മൾ തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്, അകലമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല. ഏട്ടനെല്ലാം മറക്കണം. ഇനി എന്റെ പിറകെ വരരുത് പ്ലീസ്, എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് പിന്നീടൊരു ചോദ്യത്തിനും പറച്ചിലിനും ഇടം കൊടുക്കാതെ അവൾ വേഗത്തിൽ മുൻപോട്ട് നടന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ കാർത്തി ഒരു നിമിഷം എന്തോ ഒന്ന് ഓർത്തു. ശേഷം അവനൊന്ന് ചിരിച്ചു. അവൾ പറയുമ്പോഴൊക്കെയും അവളുടെ കണ്ണിലേക്കും മുഖത്തേക്കും നോക്കി നിന്നിരുന്ന കാർത്തിക്കിന് അവളുടെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിരുന്നു. മാത്രമല്ല അവൾ തന്നെ ഇഷ്ടമല്ലെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നും അവൻ ഓർത്തു. താനും അവളും തമ്മിലുള്ള അന്തരം മാത്രമാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊന്നും നടക്കില്ലെന്നും. അപ്പോ അവൾക്ക് തന്നെ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണല്ലേ പെണ്ണേ? അവളുടെ കണ്ണുകളിലെ വിറയലും ഉള്ളിലെ പിടച്ചിലും തിരിച്ചറിഞ്ഞ കാർത്തി അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് ഉറപ്പിച്ചു. നെഗറ്റീവ് റിപ്ലൈ ആണ് കിട്ടിയതെങ്കിലും അവൻ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ബൈക്ക് എടുത്തു പോയത്. മോളെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. മാളുവിന്റെ വീട്ടിൽ അവളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ മുറിയിലേക്ക് ചെന്നതായിരുന്നു നിർമ്മലാമ്മ. മാളു അപ്പോൾ മുറിയിൽ തനിച്ചിരുന്ന് കാർത്തിക് തന്ന കറുത്ത ചുരിദാറും നോക്കി കരയുന്നതാണ് നിർമ്മലാമ്മ കണ്ടത്. മാളു. നിർമ്മലാമ്മ അവളുടെ അരികിലേക്ക് ചെന്നതും മാളു ഞെട്ടിപ്പിടഞ്ഞ ചുരിദാർ പിറകിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. നീ എന്താ മോളെ ഈ ചുരിദാർ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണെങ്കിലും അമ്മയോട് പറ. അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ. എല്ലാം അമ്മ കാണുന്നുണ്ട് മോളെ. നിനക്ക് കാർത്തിക്കിനെ ഇഷ്ടമാണല്ലേ?
അമ്മ അത് ചോദിച്ചപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. കല്യാണാലോചന വന്നപ്പോഴൊക്കെയുള്ള നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. നിന്റെ മനസ്സിൽ കാർത്തിക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നീ ഡ്രസ്സ് പിടിച്ചിരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയിരുന്നു. പക്ഷെ നമ്മളൊക്കെ അവരുടെ മുന്നിൽ വെറും നിസാരക്കാരാ. സുമിത്രാമ്മയും സാറും ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റില്ല. അമ്മ അത് പറഞ്ഞുകൊണ്ട് അവളെ തന്നെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവളുടെ ഹൃദയത്തിന്റെ പിടച്ചിലും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കെല്ലാം അറിയാമായിരുന്നെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ നീ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? നിനക്കിഷ്ടമാണെന്ന് അവൻ അറിയാമോ? അമ്മ അവളോട് ചോദിച്ചു. ഇല്ലമ്മേ, അമ്മയ്ക്കിതറിയാമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ അത് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. മോൾക്ക് കാർത്തിക്കുഞ്ഞിനോട് ഇഷ്ടം തോന്നിയതിന് അമ്മ കുറ്റം പറയില്ല. അത്രയ്ക്ക് നല്ല മോനാണവൻ. പക്ഷേ നമ്മൾ നമ്മുടെ അവസ്ഥ നോക്കണം. നമ്മൾ ആരാണെന്നും അവരാരാണെന്നും നോക്കണം. സാരമില്ല മോളെ, അവൻ എന്തായാലും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടാവില്ല. മോൾ അവനെ അങ്ങ് മറന്നേക്ക്. അമ്മ പറഞ്ഞതും അവൾ ഒന്ന് പതറി. അല്ലമ്മേ, അങ്ങനെയല്ല. കാർത്തിക്കേട്ടനും എന്നെ ഒത്തിരി ഇഷ്ടമാ. ഇപ്പൊ തുടങ്ങിയതല്ല, എന്നോ എന്നെ ഇഷ്ടാണ്. അതെന്നോട് പറയുകയും ചെയ്തു. അവൾ പറഞ്ഞതും നിർമ്മലാമ്മ ഞെട്ടലോടെ അവളെ നോക്കി. അവൾ അപ്പോൾ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. എനിക്കിഷ്ടമുണ്ടായിട്ടും ഞാൻ അതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞമ്മേ. ആഗ്രഹിക്കാൻ യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊക്കെ മറക്കാൻ ശ്രമിക്കുക. അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അമ്മ അവളെ ചേർത്ത് പിടിച്ച് ആ നെറുകിലൂടെ പതിയെ തലോടി അവളെ ആശ്വസിപ്പിച്ചു. സാരില്ല, പോട്ടെ. അമ്മയുടെ മോള് ചെയ്തത് തന്നെ അതിന്റെ ശരി. നിന്റെ അച്ഛൻ പണ്ടേ പോയി. നമുക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ പോലും ആരുമില്ല മോളെ. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഇഷ്ടം ഇവിടെ വെച്ച് തന്നെ അമ്മയുടെ മോള് നിർത്തിക്കോ. ഇനി ഒരിക്കലും കാർത്തിക്കിനോട് ഇത് തുറന്നു പറയരുത്. അമ്മയുടെ മോൾ അവനെ മറന്നേക്കണം. അമ്മയുടെ വാക്കുകൾ കേട്ട് മാളു വീണ്ടും അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതേസമയം മുറിയിലെത്തി ഒന്ന് ഫ്രഷായി വന്ന് കാർത്തിക് കട്ടിലിലേക്ക് മലർന്നു കിടന്നു. ഫാൻ കറങ്ങുന്ന ശബ്ദമല്ലാതെ മുറിയിൽ മറ്റൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. മച്ചിലേക്ക് നോക്കി കിടക്കുമ്പോഴും അവന്റെ ഉള്ളിൽ കുറച്ചു മുൻപ് മാളു പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. അവൾ തന്ന മറുപടി അവൻ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി. നമ്മൾ തമ്മിൽ ഒത്തിരി അന്തരമുണ്ട് എന്നുള്ളത്. അപ്പോ അത് തന്നെയാണ് പ്രശ്നം. വീട്ടുകാരുകൂടി ഇതിന് സമ്മതിച്ചാൽ മാളുവിന് പിന്നെ യാതൊരു എതിർപ്പും കാണില്ല. എപ്പോഴും തന്നോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും മാത്രം കാണിച്ചിട്ടുള്ള അച്ഛനും അമ്മയും തന്റെ ആഗ്രഹത്തെ എതിർക്കില്ലെന്നൊരു വലിയ പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ഇനി ഒട്ടും വൈകിക്കണ്ട, കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും നേരിട്ട് പറയുക എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. അന്ന് രാത്രി എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിക്കാനിരുന്നു. മേശപ്പുറത്ത് വിഭവങ്ങൾ നിരന്നിട്ടുണ്ടായിരുന്നെങ്കിലും കാർത്തിക്കിനൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു. അവൻ പതുക്കെ ചോറിലേക്ക് നോക്കി തല താഴ്ത്തി പിടിച്ച് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. അച്ഛാ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും അപ്പോൾ അവനെ നോക്കി. എന്താടാ, എന്താ കാര്യം? എന്താണെങ്കിലും നീ പറയ്, അച്ഛൻ സ്നേഹത്തോടെ ചോദിച്ചു. കാർത്തിക് അപ്പോൾ പതുക്കെ ഉമിനീരിറക്കി നെഞ്ചിടിപ്പോടെ പറഞ്ഞു. അത് എനിക്ക് നമ്മുടെ മാളുവിനെ ഇഷ്ടമാണ് അച്ഛാ. നിർമ്മലാന്റിയുടെ മോള് മാളവികയെ. അവളെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയും പറഞ്ഞു തീർന്ന നിമിഷം ഡൈനിങ് ഹാളിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. കഴിച്ചുകൊണ്ടിരുന്ന ചോറച്ഛന്റെ കയ്യിൽ തങ്ങി നിന്നു. എപ്പോഴും ശാന്തനായി മകനോട് കനത്തൊരു വാക്കുപോലും പറയാതെ സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന അച്ഛന്റെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്നത് കാർത്തിക് കണ്ടു. ആ മുഖത്ത് പെട്ടെന്ന് ദേഷ്യവും ഒരു വെറുപ്പും നിറഞ്ഞു. അച്ഛൻ കയ്യിലെ ചോറ് പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കസേര പിന്നോട്ട് നീക്കി എഴുന്നേറ്റു. അച്ഛന്റെ ഭാവം കണ്ട് അമ്മ ഭയത്തോടെ നോക്കി. കാർത്തി, നീ എന്തായി പറഞ്ഞത്? നീ നിന്റെ നില മറന്ന് സംസാരിക്കരുത്, കേട്ടല്ലോ? അച്ഛന്റെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. കാർത്തിക് ഞെട്ടലോടെ അച്ഛനെ നോക്കി. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു പ്രതികരണമായിരുന്നില്ല അത്. ഈ വലിയ തറവാട്ടിലെ ഏക മകനായ നിനക്ക് കല്യാണം കഴിക്കാൻ ഈ വീട്ടിൽ പാത്രം കഴുകാനും അടിച്ചു വാരാനും വരുന്ന നിർമ്മലയുടെ മോളെയാണോ കിട്ടിയത്? പണവും പദവിയുമുള്ള എത്രയോ വലിയ കുടുംബങ്ങളിൽ നിന്ന് നിനക്ക് ആലോചനകൾ വരുന്നുണ്ട്. അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണോ നീ ഒരു വേലക്കാരിയുടെ മോളെയും കൊണ്ട് എന്റെ മുന്നിലേക്ക് വരുന്നത്? അച്ഛന്റെ വാക്കുകളിൽ കടുത്ത അഹങ്കാരവും ദേഷ്യവും പ്രകടമായിരുന്നു. അച്ഛാ, മാളു നല്ല കുട്ടിയാണ്, നമുക്കറിയാവുന്ന കുട്ടിയല്ലേ. പിന്നെ അവള് നന്നായി പഠിക്കുന്നുമുണ്ട്. ഒരു ജോലി കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ പണത്തിന്റെ പേരിൽ കാർത്തിക് പറയാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അവനെ തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തറവാട്ടിലേക്ക് അങ്ങനെ ഒരു പെണ്ണ് മരുമകളായി കയറില്ല. എന്റെ അന്തസ്സും തറവാടിത്തവും കളയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല.
ഇത് ഇവിടെ കൊണ്ട് തീർന്നു. പറഞ്ഞതോ പറഞ്ഞു, ഇനി നീ ഇത് പറയരുത്. അത്രയും കൽപ്പിച്ചു പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോയി. അമ്മയാണെങ്കിൽ അവനെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ അച്ഛന് പിറകെ ചെന്നു. തന്റെ സ്നേഹനിധിയായ അച്ഛൻ പണത്തിന്റെ പേരിലും തറവാടിത്തത്തിന്റെ പേരിലും ഇത്രയും ക്രൂരമായി സംസാരിക്കുമെന്ന് കാർത്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വല്ലാത്തൊരു നിരാശയും ദേഷ്യവും അവനെ വരിഞ്ഞു മുറുക്കി. അവനും ഭക്ഷണം കഴിക്കാനിരിക്കാതെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ എന്നും വരുന്നതുപോലെ നിർമ്മലാമ്മ തറവാട്ട് വീട്ടിൽ ജോലിക്കെത്തി. എന്നാൽ വീട്ടിലെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. ഉമ്മറത്തിരുന്ന സുമിത്രാമ്മ എന്നും പുഞ്ചിരിയോടെ വിശേഷങ്ങൾ ചോദിക്കുന്നതാണ്. എന്നാൽ അന്ന് നിർമ്മലാമ്മയെ കണ്ടിട്ടും അവർ മുഖം തിരിച്ചു കളഞ്ഞു. ഒരക്ഷരം പോലും മിണ്ടിയില്ല. നിർമ്മലാമ്മയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവർ പതുക്കെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. സുമിത്രാമ്മ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, ദേ നിർമ്മല വന്നിട്ടുണ്ട്. അത് കേട്ടതും അച്ഛൻ ഗൗരവത്തോടെ ഉമ്മറത്തേക്ക് നടന്നു വന്നു. അദ്ദേഹം നിർമ്മലാമ്മയെ പേരെടുത്തു വിളിച്ചു. നിർമ്മലെ, ഇങ്ങോട്ട് വന്നേ. അച്ഛന്റെ ആ വിളി കേട്ടാണ് കാർത്തിക് താഴെ കൂടി വന്നത്. മുറ്റമടിക്കാൻ പോവുകയായിരുന്ന നിർമ്മലാമ്മ അപ്പോൾ ഭയത്തോടെയും ബഹുമാനത്തോടെയും അച്ഛന്റെ മുന്നിൽ വന്നു നിന്നു. എന്താ സാറേ? അവർ വിനയത്തോടെ ചോദിച്ചു. അച്ഛൻ അപ്പോൾ ഒട്ടും ദയയില്ലാതെ ശ്വാസനയോട് കൂടിയ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. കാര്യമൊക്കെ ശരി തന്നെയാ നിർമ്മലെ. നീ കുറെ കാലമായി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നിന്നോട് ആ ഒരു പരിഗണനയുമുണ്ട്. പക്ഷേ കാർത്തിക്കിന്റെ മനസ്സിൽ നിന്റെ മോളോട് എന്തോ ഒരിഷ്ടമുണ്ട്. അതുകൊണ്ട് നീ ഇനി പടി ചവിട്ടരുത്. ഇതോടെ ഇവിടുത്തെ നിന്റെ ജോലി കഴിഞ്ഞു. നിർമ്മലാമ്മ അപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിലാണ് കുത്തിയിറങ്ങിയത്. സാറേ, എന്റെ മോൾ അങ്ങനെയൊന്നും. അവർ കരച്ചിലിന്റെ വക്കിലെത്തി. നിന്റെ മോള് മോശമായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ നിങ്ങളെപ്പോലൊരു കൂട്ടരുമായി ബന്ധമുണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് അവനേ ഉള്ളൂ. അവനെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് അന്തസ്സായൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ ഇനി ഇങ്ങോട്ട് വരരുത്. നിന്റെ മോളോടും അവന്റെ വഴിയിൽ ഇനി വരാതിരിക്കാൻ പറഞ്ഞേക്കണം. നിർമ്മലാമ്മയുടെ കണ്ണുകൾ അപ്പോൾ വല്ലാതെ നിറഞ്ഞ് കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഇത്രയും കാലം സ്വന്തം വീട് പോലെ കണ്ട സ്ഥലത്തു നിന്നും ഇത്തരമൊരു അപമാനം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. നിർമ്മലാമ്മ ഒന്നും പറയാതെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഇതെല്ലാം കണ്ടുനിന്ന കാർത്തിക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അവൻ ദേഷ്യം കൊണ്ട് വിറച്ച് അച്ഛന്റെയും അമ്മയുടെയും മുന്നിലേക്ക് ചെന്നു. നിങ്ങൾ ഇതെന്ത് ക്രൂരതയാണ് കാണിച്ചത്? നിങ്ങളിത് ഏത് ലോകത്താണ് അച്ഛ ജീവിക്കുന്നത്? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. കാർത്തി, മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ മര്യാദ വേണം. അച്ഛൻ അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. എന്ത് മര്യാദ? ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? പണവും പദവിയും മാത്രമാണോ അച്ഛാ നിങ്ങൾക്ക് വലുത്? ഒരു തെറ്റും ചെയ്യാത്ത പാവം സ്ത്രീയെയാണോ നിങ്ങൾ ഇങ്ങനെ ആട്ടി ഓടിച്ചത്? കാർത്തിക് അപ്പോൾ അമ്മയെ നോക്കി. എത്ര കാലമായി അവരിവിടെ അമ്മയെ സഹായിക്കുന്നു. എന്നിട്ട് അമ്മയ്ക്ക് പോലും ഇതിനെതിരെ ഒരു അക്ഷരം പറയാൻ തോന്നിയില്ലല്ലോ. കാർത്തി വിഷമത്തോടെ ചോദിച്ചു. അമ്മ അപ്പോൾ അവന് നേരെ മുഖം തിരിച്ചു. നിന്റെ അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരി. ഞങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ പറ്റില്ല. ആ നിർമ്മലയുടെ മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് നീ കരുതുകയും വേണ്ട. അതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല, അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തിക്കിന് വാശി കൂടി. എങ്കിൽ ഞാനും പറയുന്നു, ഞാൻ മാളുവിനെ മാത്രമേ കല്യാണം കഴിക്കൂ. നിങ്ങളെപ്പോലെ വാശിയുള്ളവൻ തന്നെയാണ് ഞാനും. കാർത്തി ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. അതേസമയം കരഞ്ഞുകൊണ്ട് വീട്ടിൽ ഓടിയെത്തിയ നിർമ്മലാമ്മ വാതിൽ തുറന്നകത്തേക്ക് കയറി. അമ്മയുടെ സങ്കടം കണ്ട് പരിഭ്രമിച്ചു പോയ മാളു ഓടിയെത്തി അമ്മയുടെ കൈകളിൽ പിടിച്ചു. എന്താ അമ്മേ, എന്തുപറ്റി? എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? മാളു ചോദിച്ചു. നിർമ്മലാമ്മ അപ്പോൾ മാളുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തറവാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോളെ, അവരെന്നെ ആട്ടി ഓടിച്ചു. കാർത്തിക്കിന് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ അവരോട് പറഞ്ഞെന്ന് തോന്നുന്നു. നിന്റെ യോഗ്യതയെക്കുറിച്ചും നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും പറഞ്ഞ് അവരപമാനിച്ചു. ഇനി അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞു മോളെ. അമ്മയുടെ വാക്കുകൾ കേട്ട മാളുവിന്റെ കണ്ണുകളിൽ അപ്പോൾ കണ്ണുനീർ പൊടിഞ്ഞെങ്കിലും അവൾ വല്ലാതെ ഞെട്ടിയില്ല. അവൾ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. എനിക്കറിയാമായിരുന്നമ്മേ, അവരെ പോലെയുള്ള വലിയ ആളുകൾ നമ്മളെ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കാർത്തികേട്ടൻ അന്ന് വഴിയിൽ വെച്ച് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. അവൾ അമ്മയുടെ മുഖം തുടച്ചു കൊടുത്തു. പക്ഷേ കാർത്തികേട്ടൻ അത് കാര്യമാക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ഉള്ളിലെ പേടിയാണ് ആ മറുപടിക്ക് പിന്നിലെന്ന് ഏട്ടന് മനസ്സിലായി കാണും. എനിക്ക് കാർത്തികേട്ടനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ അമ്മേ. പക്ഷേ അവരെ പോലൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ നമുക്ക് യോഗ്യതയില്ല. അല്ലെങ്കിലും അമ്മ ഇനി അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും ഇനി ആ വഴിക്ക് പോകില്ല. ഞാൻ കൺമുന്നിലുണ്ടായാൽ ഏട്ടൻ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല. അതവിടെ ഇനിയും വലിയ വഴക്കുകൾക്കും സങ്കടങ്ങൾക്കും കാരണമാകും.
അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കാർത്തികേട്ടനെ കാണാതെ ഒഴിഞ്ഞു മാറി ജീവിക്കാം അമ്മേ. കുറച്ചു ദിവസം സങ്കടമുണ്ടാകും, പിന്നെ പതുക്കെ പതുക്കെ ഏട്ടൻ എന്നെ മറന്നോളും. അവരുടെ ഒരേ ഒരു മോനല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോട്ടെ. നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാ നല്ലത്. മാളു അവളുടെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. നിർമ്മലാമ്മ അപ്പോൾ മാളുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി അവരുടെ ആ ചെറിയ വീട്ടിൽ മാളുവിനും നിർമ്മലാമ്മയ്ക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് പുറത്തുനിന്നും പരിഭ്രമത്തോടെയുള്ള സംസാരം കേട്ടത്. തൊട്ടടുത്ത പറമ്പിൽ പണിക്ക് വന്ന ആളപ്പോൾ നിർമ്മലാമ്മയുടെ വീട്ടുപടിക്കലേക്ക് ഓടി വന്നു. നിർമ്മലേച്ചിയെ, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ജോലിക്ക് പോകുന്ന വടക്കമ്പാട്ടിലെ സാറും സുമിത്രാമ്മയും രണ്ടുപേരും വിഷം കഴിച്ചു മരിച്ചു. കേട്ടത് പാതി കേൾക്കാത്ത പാതി. നിർമ്മലാമ്മ ഞെട്ടിത്തരിച്ചുപോയി. അവരുടെ കയ്യിലിരുന്ന ചായപാത്രം താഴേക്ക് വീണു. മാളുവിന്റെ ഉള്ളിലൂടെ അപ്പോൾ ഒരു മിന്നൽ പാഞ്ഞുപോയി. കാര്യമെന്താണെന്നറിയാതെ, ഉള്ളിലെ ഭയം അടക്കാനാവാതെ അവർ രണ്ടുപേരും ഒരൊറ്റ ഓട്ടത്തിന് ആ തറവാട്ടുമുറ്റത്തേക്ക് ചെന്നു. അവിടെ അപ്പോഴേക്കും ആളുകൾ കൂടിക്കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവരെ കൊണ്ടുവരാൻ അല്പം വൈകിയിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിർമ്മലാമ്മയും മാളുവും അങ്ങനെ നിന്നു. ഉച്ചയോടെയാണ് ആംബുലൻസ് അങ്ങോട്ടെത്തിയത്. വാടിത്തളർന്ന് കാർത്തിക്കൊപ്പമുണ്ടായിരുന്നു. ഉമ്മറത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന സാറിന്റെയും സുമിത്രാമ്മയുടെയും ജീവനില്ലാത്ത ശരീരങ്ങൾ കണ്ടപ്പോൾ നിർമ്മലാമ്മയുടെയും മാളുവിന്റെയും നെഞ്ചു പൊള്ളിപ്പോയി. തറവാടിത്തത്തിന്റെ പേരിൽ തങ്ങളെ ആട്ടി ഓടിച്ചവരാണെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലായിരുന്നു. എന്താ കാരണമെന്ന് ആർക്കും അറിയില്ല. ചുറ്റും കൂടി നിന്നവർ പലതും പറയുന്നുണ്ടായിരുന്നു. ആത്മഹത്യയായതുകൊണ്ട് തന്നെ മരണാനന്തര ചടങ്ങുകളെല്ലാം വളരെ പെട്ടെന്നാണ് കഴിഞ്ഞത്. ചടങ്ങുകൾ കഴിഞ്ഞതോടെ ഓരോരുത്തരായി പടിയിറങ്ങി. അവരുടെ കുറച്ച് ബന്ധുക്കൾ മാത്രമാണ് പിന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്നത്. കാർത്തിക് അപ്പോഴും തന്റെ മുറിയിൽ ഒരേ ഇരിപ്പായിരുന്നു. ആരോടും സംസാരിക്കാതെ, കണ്ണുനീർ പോലും വരാത്ത വിധം അവൻ തകർന്നു പോയിരുന്നു. നിർമ്മലാമ്മയും മാളവും അപ്പോൾ അവിടെ അടുക്കളയിൽ സഹായത്തിന് നിൽക്കാമെന്ന് വിചാരിച്ചു. അവരിറങ്ങിപ്പോകാൻ പറഞ്ഞെങ്കിലും അത്രയും കാലം ചോറ് തന്ന വീടിനോടുള്ള കടപ്പാട് കൊണ്ടും ആരും തുണയില്ലാതെ ഒറ്റപ്പെട്ടുപോയ കാർത്തിക്കിനെ ഓർത്ത് സങ്കടം വന്നതുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ നിർമ്മലാമ്മ മുന്നിൽ നിന്നു. ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഭക്ഷണം വെച്ചുണ്ടാക്കി ബന്ധുക്കളെല്ലാവരും കഴിച്ചു. കാർത്തി മാത്രം ഒരേ ഇരിപ്പായിരുന്നു. രാത്രിയായപ്പോൾ കാർത്തിക് എങ്ങോട്ടോ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏറെ വൈകിയാണ് അവൻ തിരികെ വന്നത്. കൂട്ടുകാരൻ ഹരിയാണ് അവനെ തിരികെ കൊണ്ടുവന്നത്. ഹരിയുടെ ബൈക്കിൽ നിന്നും ഇറങ്ങി കടുത്ത നിരാശയോടെയാണ് അവൻ ഉമ്മറത്തേക്ക് കയറി വന്നത്. അവനെ കണ്ടതും അവന്റെ വല്യച്ഛൻ അപ്പോൾ പറഞ്ഞു, കാർത്തി, ചടങ്ങുകളൊന്നും കഴിയാതെ ഇങ്ങനെ പുറത്തേക്ക് പോകരുത്. അതെ അതെ, ഇങ്ങനെ പോകാൻ പാടില്ല. വല്യച്ഛനോടൊപ്പം മറ്റുള്ളവരും അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അവനാകെ ടെൻഷനിലാണ്. ശരിയായിക്കോളും, ഹരി അപ്പോൾ അവരോട് പറഞ്ഞു. അവന്റെ ഉള്ളിലെ വലിയ ഭാരം അകത്തുനിന്നും നിർമ്മലാമ്മ നോക്കി കാണുന്നുണ്ടായിരുന്നു. അവന്റെ ആ മാറ്റം നിർമ്മലാമ്മയ്ക്കും മാളുവിനും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവർ പതുക്കെ മുകളിലെ അവന്റെ മുറിയിലേക്ക് ചെന്നു. അവർ ചെന്നപ്പോൾ കാർത്തിക് എന്തോ ഓർത്തുകൊണ്ട് നിലത്തിരിപ്പുണ്ടായിരുന്നു. നിർമ്മലാമ്മയും മാളുവും അകത്തേക്ക് കയറി. മാളു അവിടെ നിന്ന് വിതുമ്പി കരഞ്ഞു. മോനെ, എന്താ സംഭവിച്ചത്? ഇന്നലെ ആ പ്രശ്നമുണ്ടായതിനു ശേഷമാണോ അവരീ കടുങ്കൈ ചെയ്തത്? ഞങ്ങൾ കാരണമാണോ ഇതൊക്കെ ഉണ്ടായത്? നിർമ്മലാമ്മ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. കാർത്തിക് അപ്പോൾ അവരെ ഒന്നു നോക്കി. സാരമില്ല നിർമ്മലാന്റി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പോയി. സ്വന്തം മക്കളെ പുറമെ മാത്രം സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്റെ ഉള്ളറിയാൻ അച്ഛനും അമ്മയ്ക്കും പറ്റിയില്ല. ഞാൻ മാളുവിനെ സ്നേഹിച്ചതിന്റെ വിഷമത്തിലാ അവരിത് ചെയ്തത്. പക്ഷേ ആരും അറിയണ്ട, നിങ്ങളായിട്ട് ആരോടും പറയുകയും വേണ്ട. അതോർത്ത് നിങ്ങൾ നീറേണ്ട കാര്യമില്ല, കുറ്റബോധം തോന്നേണ്ട ആവശ്യവുമില്ല. ഇന്നലെ രാത്രി അച്ഛനും അമ്മയും വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. രാത്രി ഏറെ നേരം ഇവിടെ പ്രശ്നങ്ങളായിരുന്നു. അവര് പറയുന്ന പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് മറ്റൊരാളെ അങ്ങനെ കാണാൻ പറ്റാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒടുക്കം രാത്രി അച്ഛൻ എൻ്റെ മുന്നിലേക്ക് ഒരു വിഷക്കുപ്പി എടുത്തു വെച്ചു. അവര് പറയുന്ന കാശുള്ള പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആ വിഷം കുടിച്ച് എന്നോട് മരിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടതും നിർമ്മലാമ്മയും മാളുവും ആകെ ഞെട്ടിപ്പോയി. പറ്റില്ലെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ വഴങ്ങില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് അവരിത് ചെയ്തത്. അവർക്ക് സ്വന്തം മോന്റെ സന്തോഷത്തെക്കാളൊക്കെ വലുത് തറവാടിത്തവും നാട്ടുകാരെന്തു പറയുമെന്നുള്ളതുമൊക്കെ ആയിരുന്നു. അത്രയും പറയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴെ കടർന്നു വീണു. അത് കേട്ട് നിർമ്മലാമ്മയും മാളവും വല്ലാതെ ആയിപ്പോയി. കാർത്തിക് അപ്പോൾ ചുമരിലേക്ക് ചാരി നിന്നു. അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുനാളിലോ പഠിക്കുന്ന കാലത്തോ ഒന്നും ഒരാഗ്രഹവും പറഞ്ഞ് ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഒരു പെൻസിൽ പോലും എന്റെ ഇഷ്ടത്തിന് വാങ്ങിയിട്ടുമില്ല.
എല്ലാം അവരുടെ സെലക്ഷൻ ആയിരുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായി പഠിച്ചൊരു ജോലി വാങ്ങി. പക്ഷേ ഇവള് മാത്രം എൻ്റെ മനസ്സിൽ എന്നോ കടന്നുകൂടിയ ഒരിഷ്ടമായി മാറി. അത് മാറ്റാൻ പറ്റാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സാഗ്രഹിച്ചു പോയില്ലേ? അവൻ അത് പറഞ്ഞ് മാളുവിനെ ഒന്ന് നോക്കി. അവരെൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ജാതിയും സാമ്പത്തികവും അന്ധമായ തറവാടിത്തവും മാത്രം നോക്കി എനിക്കിഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ നിർബന്ധിക്കുന്ന അച്ഛനെയും അമ്മയെയും ഞാൻ എന്ത് പറയണം? അവര് പറയുന്ന പോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ചോളാൻ പറയുന്ന മാതാപിതാക്കളോട് ഞാൻ എന്ത് ചെയ്യണം? അവൻ പതുക്കെ മാളുവിന്റെ അരികിലേക്ക് നടന്നു ചെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. എനിക്കിനി ഇവളെ വേണം നിർമ്മലാൻറ്റി. അവര് പോയതിൽ വിഷമമില്ലാഞ്ഞിട്ടോ അവരോടുള്ള വാശി തീർക്കാനോ പകരം വീട്ടാനോ ഒന്നുമല്ല. ഞാൻ ഇവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതാ. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ എല്ലാവരും പോകുമ്പോൾ ഞാൻ ഈ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു. ആൻറ്റി പൂർണ്ണ മനസ്സോടെ എനിക്ക് എൻ്റെ മാളുവിനെ എങ്ങ് തന്നേക്കണം. എൻ്റെ അമ്മയായി അച്ഛനായി ആൻറ്റിയും എൻ്റെ കൂടെ വേണം. അവനത് പറയുമ്പോൾ മാളുവിനും നിർമ്മലാമ്മയ്ക്കും അവരുടെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവര് രണ്ടാളും പൊട്ടിക്കരഞ്ഞുപോയി. മാളു പ്രത്യേകിച്ചും വല്ലാതെ വിങ്ങിപ്പൊട്ടി. കാർത്തിക് അപ്പോൾ പതുക്കെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുനീർ അവളുടെ മുടിയകളിൽ പടർന്നു. ശേഷം അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിറയ്ക്കുന്ന സ്വരത്തിൽ നിർമ്മലാമ്മയെ നോക്കി. ഞാൻ ഇവളെ അത്രയ്ക്ക് എൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടപ്പെട്ടു പോയതാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് എൻ്റെ ആഗ്രഹം പറഞ്ഞത്. പക്ഷേ അവരെന്നോട് പകരം വീട്ടിക്കളഞ്ഞു. പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയായിരുന്നു. അവൻ്റെ കണ്ണുനീർ കണ്ട് സാരിത്തുമ്പ് കൊണ്ട് കണ്ണുനീർ ഒപ്പി നിർമ്മലാമ്മ പുറത്തേക്ക് നിൽക്കുമ്പോൾ മാളുവിനെ അവൻ ഒന്നുകൂടെ ചേർത്തു പിടിച്ചു. അവളെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റുകൊണ്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു പോയ അവൻ ഇനി അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കാനേ അവനാകൂ. ഒരു കുന്നോളം സങ്കടം ഉള്ളിലൊതുക്കി അവൻ അവൻ്റെ മാളുവിനെ അവൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചു. പെട്ടെന്നാണ് ആ അടച്ചിട്ട മുറിയിലേക്ക് ജനലുകൾ പതുക്കെ തുറന്നുകൊണ്ട് ഒരു കുളിർക്കാറ്റ് വീശിയടിച്ചത്. ആ കാറ്റിന്റെ തലോടലിൽ കാർത്തിക് മിഴികൾ ഉയർത്തി ജനലിലേക്ക് നോക്കി. അവന്റെ കവിളിലൂടെ അടർന്നു വീണ കണ്ണുനീർ തുള്ളി തുടച്ചുകൊണ്ട് അവൻ അപ്പോൾ പതുക്കെ പറഞ്ഞു, ചിലപ്പോൾ അവരുടെ സാന്നിധ്യമായിരിക്കും. ഒരു നിമിഷത്തെ വാശിക്ക് അങ്ങനെ ചെയ്തു പോയെങ്കിലും ഇപ്പോൾ അവര് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടാകും. ഇനി അങ്ങനെയല്ലെങ്കിലും അങ്ങനെ വിചാരിക്കാനേ നമുക്ക് പറ്റൂ. ആ വീശിയടിച്ച കുളിർക്കാറ്റിനെ സാക്ഷി നിർത്തി കാർത്തിക് മാളുവിനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. അച്ഛനും അമ്മയും കൊടുത്തിട്ട് പോയ വലിയ ശൂന്യതയ്ക്ക് മുന്നിൽ ഒരു നല്ല ജീവിതം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.